Hi everyone, good morning. Welcome back to SGK Malayalam Elementary English Grammar. I hope you are revising the lessons that we have seen. മുൻ പാഠങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് കരുതുകയാണ്. എന്തെല്ലാമാണ് കണ്ടതെന്ന് ഓർക്കുന്നുണ്ടോ? വെർബ്, ദെൻ സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബ് സിംഗുലർ ആവണം. ഓക്കെ, വെർബ് പ്രസൻറ്റ് ടെൻസിൽ എസ്സോ ഇ എസ്സോ ചേർക്കണം. ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്. ഓക്കെ, ഐ ഹോപ്പ് എവറിഥിങ് ഈസ് ക്ലിയർ. If there is a doubt, make your comments. I will answer them or I will make a new video. Okay, today let us see auxiliary verbs. We have discussed some part of it. Then let us see in detail. ഈ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ ആൻ ഓക്സിലറി വെർബ്? See, auxiliary verbs are so called. അവ അങ്ങനെ വിളിക്കപ്പെടുന്നു because they are used with regular verbs. റെഗുലർ വെർബിനോടൊപ്പം അല്ലെങ്കിൽ ഫൈനൈറ്റ് വെർബിനോടൊപ്പം ഉപയോഗിക്കപ്പെടുന്നു. യൂസ്ഡ് വിത്ത് റെഗുലർ വെർബ്സ് ടു ഹെൽപ്പ്. മാർക്ക് ദിസ് വേർഡ്, ടു ഹെൽപ്പ്, സഹായിക്കുവാൻ. So they are helping verbs. So auxiliary verb സഹായക ക്രിയ എന്നാണ് അർത്ഥം, അല്ലേ? So they are used to help in the formation of tense, formation of voice, mood, or to make the meaning clear. Regular verb അല്ലെങ്കിൽ ഫൈനൈറ്റ് വെർബ്, റെഗുലർ മീൻസ് ഫൈനൈറ്റ് വെർബ്, പൂർണ്ണക്രിയയോടൊപ്പം അവയെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് സഹായക ക്രിയകൾക്ക് പറയുന്ന പേരാണ് ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബ്സ് ആർ സോ കോൾഡ്. അവ അങ്ങനെ വിളിക്കപ്പെടുന്നു ബിക്കോസ് ദേ ആർ യൂസ്ഡ് വിത്ത് റെഗുലർ വെർബ്സ് ടു ഹെൽപ്പ്. മെനി ഹെൽപ്സ് ആർ ദെയർ. ഫോർമേഷൻ ഓഫ് ടെൻസ്, വോയിസ്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ആൻഡ് even to make the meaning clear. Okay na? So they are helping verbs. അവ സഹായക ക്രിയകളാണ്. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പിംഗ് വെർബ്സ് ആണ്, സഹായക ക്രിയകൾ. So auxiliaries are of two types or two kinds. There are two kinds of auxiliary verbs. They are primary auxiliaries and another type modal auxiliaries. പ്രൈമറി ഓക്സിലറീസ് ആർ 3. ഓക്സിലറി വെർബുകൾ 2 തരമുണ്ട്. അവ പ്രൈമറി ഓക്സിലറികളും മോഡൽ ഓക്സിലറികളുമാണ്. പ്രൈമറി ഓക്സിലറീസ് ആർ 3 ഫോംസ് ഓഫ് ദ വെർബ് ബി. പ്രൈമറി ഓക്സിലറീസ് 3 എണ്ണമാണ്. ഒന്ന് ബി എന്ന് പറയാൻ നമുക്കറിയാം, അതൊരു അവസ്ഥയാണ്. ആം ഈസ് ആർ വാസ് വെയർ, ദാറ്റ്സ് ഫോംസ് ഓഫ് ബി. ആം ഈസ് ആർ വാസ് വെയർ. എന്താ ആം ഈസ് തമ്മിലുള്ള വ്യത്യാസം? ഇറ്റ് ഈസ് എ പെൻ. ഐ ക്യാൻ ബ്രേക്ക് ഇറ്റ് ആൻഡ് സേ ഇറ്റ് വാസ് എ പെൻ. ആയിരുന്നു, അല്ലെങ്കിൽ ആയിരിക്കുന്നു ഫ്യൂച്ചറായി. അതാ പ്രസൻറ്റ് പാസ്റ്റ്, സമയം അല്ലെ കാലം അനുസരിച്ചുള്ള വ്യത്യാസമാണ്. ആമും ഈസും ഒന്ന് തന്നെ, ഒന്ന് പ്രസൻറ്റ് ഒന്ന് പാസ്റ്റ്. ആറും വേറും ഒന്ന് തന്നെ. ആറ് പ്ലൂറൽ പ്രസൻറ്റ്, വേറ് പ്ലൂറൽ പാസ്റ്റ്. ആമീസ് ആർ വാസ്, ആമീസ് ഒൺലി വിത്ത് ഐ. ഓക്കെ, ആം ഈസ് ആർ വാസ് വെയർ. അവ ബിയുടെ വിവിധ രൂപങ്ങളാണ് അക്കോർഡിംഗ് ടു ടെൻസ്. ആമീസ് ആർ വാസ് വെയർ ബി. ദെൻ കംസ് ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ദെൻ ഹാവ്, ഹാസ്, ഹാഡ്. ഇവ 3 നമുക്ക് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് ഉപയോഗമുണ്ട്. ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫൈനൈറ്റ് ആസ് വെൽ ആസ് ഓക്സിലറി വെർബ്സ്. അവ ഫൈനൈറ്റ് പൂർണ്ണക്രിയയായിട്ട് ഉപയോഗിക്കാം, ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് എ ബോയ്. ഇത് വെർബ് ഏതാണ്? ഈസ്. ഇവിടെ പ്രവൃത്തിയൊന്നുമില്ല, അവസ്ഥയാണ്.
സി വെർബ് ക്രിയയെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, എങ്കിലും പറയുകയാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ദ ആക്ഷൻ ഓഫ് എ സബ്ജക്റ്റ് ഓർ സ്റ്റേറ്റ്, അവസ്ഥ. ഹി ഈസ് എ ബോയ്, ഇതൊരു അവസ്ഥയാണ്. സി ഐ എം എ മാൻ, ഇത് ഓൾസോ ഇറ്റ് ഈസ് എ പെൻ. ഓർ ഫോർ എക്സാമ്പിൾ സി മാൻ ഈസ് മോർട്ടൽ, ഓൾ മെൻ ആർ മോർട്ടൽസ്, ഒരിക്കൽ മരിക്കും. സി നശ്വരനാണ്, നശ്വരത, അനശ്വരനല്ല, ഇമ്മോർട്ടാലിറ്റി, അനശ്വരത. മോർട്ടൽ ആൻഡ് ഇമ്മോർട്ടൽ, ദിസ് ഇസ് എ വെർബ് ഹിയർ. സി സോ ദാറ്റ് ഈസ് എ ബി ഫോം. സി ദാറ്റ് എ ഫൈനൈറ്റ് വെർബാണ്. സോ ഡു, ഡസ്, ഡിഡ്, അതിൻ്റെ വ്യത്യാസം ഈ വെർബുകൾ ഫൈനൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഡിഡ് യു ഡു ദ എക്സർസൈസസ്, ഡിഡ് യു ഡു ദ homework? See, this is auxiliary and this is finite. Yes, I did it. No, I did not do. I did not do. Are you doing well? Is it not so? You see, are you doing well? Are is auxiliary ആണ്, am is are. Doing verb ആണ്. Okay. So they can be used as a finite as well as auxiliary. Same way have. Have you had your dinner? Have you had? See, have had. You cannot say did you eat. അത് വളരെ മോശം, അല്ലെങ്കിൽ നല്ലതല്ലാത്ത ഒരു പ്രയോഗമാണ്. See, have it please. Don't say take it please. No, have you had your dinner? Yes. So അവ മൂന്നും ഏതൊക്കെയാണ്? be, do, have. They are primary auxiliaries. Now we come to model auxiliaries. ഇതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്, മോഡൽ ഓക്സിലറീസ്. Model auxiliaries or models. You see, take for example, before that, what is a model auxiliary? They express mode or manner of the verbs that follow them. Model auxiliaries or models express the mode or manner, അവയുടെ രീതി അല്ലെങ്കിൽ സ്വഭാവം, of the verbs that follow them. They express ideas like possibility, permission, polite, request, etc. ശ്രദ്ധിച്ച് നോക്കി, മനസ്സിലായോ? They express ideas like possibility, സാധ്യത, permission, അനുവാദം, polite, request, request politely, വളരെ മാന്യമായ അഭ്യർത്ഥന. ഓക്കെ, പൊളൈറ്റ് റിക്വസ്റ്റ്, വിനീതമായ അഭ്യർത്ഥന. ഓക്കെ, സോ മോഡൽ ഓക്സിലറീസ് ഓർ മോഡൽസ്, they express the mode or manner of the verbs that follow them. For example, you can go now. You are permitted to go. You can go. You can ask also, can I go, sir? Please, may I come in, sir? In the same way, can I come in, please? Can. Asking permission and giving permission. Okay, now you can go. You cannot go. Negative. You will go. Future. You shall go. You must. Or you shall not. You may go. Possibility. You may go. Your wish. May or may not. Or may not. You need to go. You need not go. You must go. Sure. നിങ്ങൾ തീർച്ചയായും പോയിരിക്കണം. നിങ്ങൾക്ക് പോകാം, അനുവാദം. പോകാനാവില്ല, പോകും, പോകണം, ഒരുപക്ഷെ പോയേക്കാം, പോകേണ്ട ആവശ്യമുണ്ട്, തീർച്ചയായും പോകണം. അർത്ഥവ്യത്യാസം മനസ്സിലാക്കി? അപ്പോൾ ഇത് ചേർക്കുന്ന അനുസരിച്ച് എങ്ങനെ പോകണം എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായും പോകണമോ, പോയാലും കുഴപ്പമില്ലെന്നാണോ, പോയേക്കാമെന്നാണോ? അതെ, മോഡ് ഓർ മാനർ ഓഫ് ദ വെർബ്സ് ദാറ്റ് ഫോളോ ദം. ഈ ഗോ എന്ന് ഗോ എന്ന് പറയുന്ന ഈ വെർബ് ഏത് രീതിയിൽ പോകണം, അതിൻ്റെ രീതി എന്താണ്, മാനർ എന്താണ്, അത് പ്രകടമാക്കാനാണ് ഈ മോഡൽ ഓക്സിലറീസ് ഉപയോഗിക്കുന്നത്. മോഡൽ ഓക്സിലറീസ് ഓർ മോഡൽസ് ഡിസ്ക്രൈബ് ദ മോഡ് ഓർ മാനർ ഓഫ് ദ വെർബ്സ് ദാറ്റ് ഫോളോ ദം. ദ എക്സ്പ്രസ് ഐഡിയാസ് ലൈക്ക് പോസിബിലിറ്റി, പെർമിഷൻ, പൊളൈറ്റ്, റിക്വസ്റ്റ്, എക്സെട്ര. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? മനസ്സിലായോ? മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ തുറന്നു വരുന്ന വെർബിൻ്റെ രീതി അല്ലെങ്കിൽ സ്വഭാവം വ്യക്തമാക്കുന്ന സഹായക ക്രിയകളാണ്. ഈ ഓക്സിലറി ചേർക്കുന്നതനുസരിച്ച് ഈ ക്രിയയുടെ സ്വഭാവം
മാറുകയാണ്. എങ്ങനെ പോകണം? തീർച്ചയായും പോകണം. പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാം. പെർമിഷൻ ഈസ് ഗിവൺ അല്ലേ? അതനുസരിച്ച് ഇതിൻ്റെ സ്വഭാവം മാറുന്നു. അതിൻ്റെ പേരാണ് മോഡൽ ഓക്സിലറീസ്. ഓക്കേനാ? ഇതൊരു ജനറലായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ ഓരോ ഓക്സിലറിക്കും അതിൻ്റേതായ ഉപയോഗങ്ങളും പ്രയോഗങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്ക് സാവധാനം പഠിക്കാം. The chief model auxiliaries are shall, should, will, would, can, could, may, might, must, need, dare, used to, etc. and etc. ഇവയാണ് പ്രധാന മോഡൽ ഓക്സിലറീസ്. അത് സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം, പ്രസ്താവനയിൽ മാത്രമല്ല, ക്വസ്റ്റ്യനിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ യു ഗോ ടു an office, you have to ask, can I come in, sir? May I come in, please? Is it not so? Asking politely, could you give me your pen? I say, would you like to come with me? Would you like to sit with me for some time? Is it not so? അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട auxiliary, it can be in a statements as well as questions also. Asking permission, telling something politely. For all those things you have to use a model auxiliaries. See, let's 1 minute think what is the model auxiliary? They express mode or manner of the verbs that follow them. തുടർന്ന് വരുന്ന ക്രിയകളുടെ രീതി അല്ലെങ്കിൽ സ്വഭാവം വ്യക്തമാക്കുന്ന സഹായക ക്രിയകൾക്ക് പറയുന്ന പേരാണ് മോഡൽ ഓക്സിലറീസ്. സോ ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ടു. പ്രധാനമായും നമുക്കൊരു ചോദ്യം പൊളൈറ്റായി ചോദിക്കണമെങ്കിൽ, മേ ഐ കം ഇൻ പ്ലീസ്. മേ ജനറലി പോസിബിലിറ്റി ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പൊളൈറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ചോദിക്കാം. ചോദ്യം ചോദിക്കുമ്പോൾ ഒരു വെൻ യു മേക്ക് എ ക്വസ്റ്റ്യൻ വി ക്യാൻ ഡു ഇറ്റ് പൊളൈറ്റ്ലി. മേ മീൻസ് പോസിബിലിറ്റി, ബട്ട് മൈറ്റ് ഈസ് മോർ റിമോട്ട് പോസിബിലിറ്റി. സാധ്യത എന്ന് പറയുന്നത് വളരെ വിദൂരമാണ്. ഹി മേ കം മീൻസ് അവൻ ഒരുപക്ഷെ വന്നേക്കാം. ഹി മൈറ്റ് കം മീൻസ് വിദൂര സാധ്യതയുള്ളൂ, ഒരു പക്ഷേ വരാൻ സാധ്യത ഇല്ലായില്ല. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു വളരെ വിദൂര സാധ്യത മാത്രമേ മൈറ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഓരോന്നിനെയും ഷാല്, ഷുഡ്, ഷാല് എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കും. ഫസ്റ്റ് പേഴ്സൺ ഷാല്, സെക്കൻഡ് തേർഡ് പേഴ്സൺസ് വില്ല്. ബട്ട് സെക്കൻഡ് തേർഡ് പേഴ്സണോട് ഉപയോഗിച്ചാൽ അത് മസ്റ്റേ എന്ന അർത്ഥമുണ്ട്. വേറാസ് ഷുഡ് ഇപ്പോൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സ്റ്റുഡൻറ്റ് ഷുഡ് ബ്രിങ് ദി ഹോൾ ടിക്കറ്റ്സ്. കൊണ്ടുവന്നിരിക്കണം. യു മസ്റ്റ് രജിസ്റ്റർ ബിഫോർ ഗെറ്റിംഗ് അഡ്മിഷൻ. കൊറോണയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ആ വാക്സിനേഷന്. സോ യു ഷുഡ് ഓർ ഓൾ പേഷ്യൻസ് ഷുഡ്. ആ ഷുഡ് എപ്പോഴും അഭികാമ്യമായ ഒരു കാര്യത്തെപ്പറ്റി പറയുന്ന ഇപ്പോൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഷുഡ്. ഓൾ സ്റ്റുഡൻസ് ഷുഡ് ബ്രിങ് ദി ഹോൾ ടിക്കറ്റ്സ് ആൻഡ് സബ്മിറ്റ് ഇറ്റ് ബിഫോർ എൻറ്ററിങ് ദ എക്സാമിനേഷൻ ഹാൾ. എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കണമെങ്കിൽ ഹോൾ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അഭികാമ്യമായത്, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കപ്പെടുന്ന ഏതൊരു കാര്യം പറയാനും ഈ ഷുഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉപയോഗമുള്ള ഒന്നാണ് ഈ മോഡൽ ഓക്സിലറീസ്. വി ലേൺ ദം വൺ ബൈ വൺ, ബട്ട് ജസ്റ്റ് റിമെമ്പർ there are two types of auxiliaries. They are primary auxiliaries and model auxiliaries. Primary auxiliaries can be used as finite as well as auxiliary verb. ഓക്കെ നാ, രണ്ട് ടൈപ്പ് ഓക്സിലറി വെർബുകളുണ്ട്. അവ പ്രൈമറി ഓക്സിലറികളും മോഡൽ ഓക്സിലറികളുമാണ്. പ്രൈമറി ഓക്സിലറികളെ പൂർണ്ണക്രിയയായിട്ട് ഉപയോഗിക്കാം, സഹായക്രിയയായിട്ട് ഉപയോഗിക്കാം. മോഡൽ ഓക്സിലറീസ് എക്സ്പ്രസ് ദ മോഡ് ഓർ മാനർ, രീതി അല്ലെങ്കിൽ സ്വഭാവം വ്യക്തമാക്കുന്ന സഹായക്രിയകൾ. ദേ ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി, സാധ്യത, പെർമിഷൻ, അനുവാദം, പൊളൈറ്റ് റിക്വസ്റ്റ്, വിനീതമായ അഭ്യർത്ഥന. ഓക്കെ, അവയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സഹായക ക്രിയകളാണ് മോഡൽ ഓക്സിലറീസ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. വ്യക്തമായി എന്ന് കരുതുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഐ വിൽ ആൻസർ ടു ഇറ്റ് ഓർ ഐ വിൽ മേക്ക് എ ന്യൂ വീഡിയോ ഓൺ ദാറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചാനൽ SGK മലയാളം. താങ്ക് യു.